Hello dear students, here we are studying module 4 from engineering mechanics, that is dynamics of rectilinear translation and curvilinear translation. In the first part we already seen the kinematics of rectilinear translation, and we already done 3 problems based on kinematics of rectilinear translation. In this part, we are mainly focused on the problems related to the kinematics of rectilinear translation. Kinematics, which means we are not considering the force. We are only considering the velocity of particle, acceleration of particle, time taken for the travel and the displacement. Okay. അപ്പോൾ ഈ പാർട്ടിലുള്ള പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ട ബേസിക് ഇക്വേഷൻസ് ആണ് ഈ 3 ഇക്വേഷൻസ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഇക്വേഷനാണ്. എല്ലാ പ്രോബ്ലംസും ഈ ഇക്വേഷനെ ബേസ് ചെയ്തിട്ടാണ് മാക്സിമം ചെയ്യുക. ദാറ്റ് ഈസ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു u പ്ലസ് എ ടി, വേർ v ഈസ് ദ ഫൈനൽ വെലോസിറ്റി, u ഈസ് ദ ഇനീഷ്യൽ വെലോസിറ്റി, a ഈസ് ദ ആക്സിലറേഷൻ, t ഈസ് ദ ടൈം. നെക്സ്റ്റ് s ഈസ് ഈക്വൽ ടു ut പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. s ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്, u ഇനീഷ്യൽ വെലോസിറ്റി. മൂന്നാമത്തെ ഇക്വേഷനാണ് വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസ് ഈക്വൽ ടു 2as. ഓക്കെ, നമുക്കറിയുന്ന ഇക്വേഷനാണ്. ഈ 3 ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് ഇതിലുള്ള എല്ലാ പ്രോബ്ലംസും ചെയ്യുന്നത്. ഈസിയാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് വെലോസിറ്റിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. ആക്സിലറേഷൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഈ യൂണിറ്റ് തന്നെയാണോ എല്ലാ പ്രോബ്ലത്തിലും ചോദിക്കുന്നതെന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, നമ്മളിന്ന് പ്രോബ്ലംസ് ചെയ്യുകയാണ്. ഒരു 3 പ്രോബ്ലംസ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യും. ബാക്കിയുള്ള 3 പ്രോബ്ലംസ് നിങ്ങൾക്ക് അസൈൻമെൻ്റാണ്, ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യണം. എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് പറഞ്ഞുതരും, അതുപോലെ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വി ആർ മൂവിങ് ടു ദ ഫസ്റ്റ് പ്രോബ്ലം. ആദ്യത്തെ 3 പ്രോബ്ലം മുന്നത്തെ പാർട്ടിലുള്ളതുകൊണ്ട് ഇതിന് നമുക്ക് പ്രോബ്ലം 4 എന്ന് വിളിക്കാം. ക്വസ്റ്റ്യൻ വായിക്കാം. എ ബോൾ ഈസ് ടോസ്ഡ് വിത്ത് എ വെലോസിറ്റി ഓഫ് 10 meter per second directed vertically upward from a window located 20 meter above the ground. Knowing that the acceleration of the particle is constant and it is equal to 9.81 meter per second square at downward, determine the velocity v. Second one, the elevation of the ball at the time when the ball reaches the highest elevation. നമ്മൾ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് വായിക്കുക. ഒരു തവണ വായിച്ച് ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. കുറേ തവണ വായിച്ചിട്ട് അതിനൊരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ കൊടുക്കാൻ പോവുകയാണ്. ഇവിടെയാണ് നമ്മളെ വിൻഡോ ഉള്ളത്. വിൻഡോൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഗ്രൗണ്ടിൽ നിന്നും 20 meter ഹൈറ്റിലാണ് നമ്മൾ വിൻഡോ നിൽക്കുന്നത്. ഇതിൻ്റെ മുകളിൽ നിന്ന് ഈ വിൻഡോയിൽ നിന്ന് നമ്മളൊരു കല്ല് പ്രൊജക്റ്റ് ചെയ്തു. കല്ല് ടോപ്പിലെത്തി, അത് താഴേക്ക് വീണു. കല്ല് പ്രൊജക്റ്റ് ചെയ്ത വെലോസിറ്റി എന്ന് പറയുന്നത് 10 meter per second ആണ്. ഇതിൻ്റെ ആക്സലറേഷൻ എന്ന് പറയുന്നത് 9.81 meter per second square ആണ്. മൈനസ് സൈൻ ഇടണം, കാരണം ഈ കല്ല് മുകളിലായിട്ടാണ് പോകുന്നത്. താഴേക്ക് വരുമ്പോഴാണ് പ്ലസ് 9.81 ആവുക, മൈനസ് 9.81. ഫസ്റ്റ് തന്നെ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് എന്തായിരുന്നു? ഫൈൻഡ് ദ വെലോസിറ്റി. അതായത് ഈ മുകളിലെത്തുമ്പോഴുള്ള വെലോസിറ്റി കണ്ടുപിടിക്കാനാണ് നമ്മളോട് ചോദിച്ചത്. നമുക്കറിയുന്ന 3 ഇക്വേഷൻസ് ഉണ്ട്. അതിൽ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഇക്വേഷൻ നമ്മൾ സെലക്ട് ചെയ്യണം. അതിനുവേണ്ടി ആദ്യം ഗിവൺ ഡാറ്റാസ് എന്തൊക്കെയെന്ന് നോക്കി. ഗിവൺ ഡാറ്റാസിൽ ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ് തന്നിട്ടുള്ളത്? അതായത് നമ്മൾ എറിയുന്ന വെലോസിറ്റി, ഇനീഷ്യൽ വെലോസിറ്റി 10 meter per second ആണ്. ഫൈനൽ വെലോസിറ്റി എന്താ? ടോപ്പിലെത്തുമ്പോൾ നമ്മൾ ഫൈനൽ വെലോസിറ്റീൻ്റെ വാല്യൂ എന്താ വരുന്നത്? 0. ആക്സലറേഷൻ ഇത്. അപ്പോൾ നമുക്ക് ഏറ്റവും 3 ഇക്വേഷനിൽ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസ് ഈക്വൽ ടു 2as എന്നാണ്. നമ്മൾ ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. വി എന്ന് പറയുന്നത് ഹിയർ 0, ദാറ്റ് ഈസ് മൈനസ് യു എന്ന് പറയുന്നത് എത്രയാണ്? 10 square is equal to 2 into minus 9.81 into
എസ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസാണ്. ഡിസ്റ്റൻസ് നമുക്കറിയില്ല. ഇതിൽ നമുക്ക് എസിൻ്റെ വാല്യൂസ് ഈക്വൽ ടു 5.096 മീറ്റർ. അതായത് നമ്മൾ വിൻഡോൻ്റെ മുകളിൽ നിന്ന് അറിയുമ്പോൾ ഇത് പോകുന്ന ഹൈറ്റ്, അതായത് വിൻഡോയിൽ നിന്നും 5.06 ഹൈറ്റിലാണ് 5.096 ഹൈറ്റിലാണ് നമ്മളെ കല്ല് പൊന്തിയത്. ഇത് പൊന്തി 0 ഈ ഒരു പോയിന്റിലെത്തുമ്പോൾ, മാക്സിമം പോയിന്റിലെത്തുമ്പോൾ നമ്മൾ കല്ല് താഴേക്ക് വീഴും. ഈ താഴേക്ക് വീഴുന്ന വെലോസിറ്റി എത്രയെന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. കല്ല് മുകളിലെത്തി താഴേക്ക് വീഴണം. അപ്പോൾ മുകളിൽ നിന്ന് താഴേക്ക് വീഴാണ്. അപ്പോൾ മുകളിൽ 0 വെലോസിറ്റിയാണ്, ദാറ്റ് ഈസ് ഇനീഷ്യൽ വെലോസിറ്റി 0. ഫൈനൽ വെലോസിറ്റിയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ആക്സലറേഷൻ പ്ലസ് 9.81 തന്നെ. എസ് എന്ന് പറയുന്നത് ഇവിടെ തൊട്ട്, അതായത് ഈ എൻഡ് തൊട്ട് ഗ്രൗണ്ട് വരെയുള്ള ഹൈറ്റ് 20 പ്ലസ് 5.09, ദാറ്റ് ഈസ് 25.09. ഏത് ഇക്വേഷനാണ്? നമ്മുടെ സെയിം ഇക്വേഷൻ തന്നെ ആപ്റ്റ്. ഇനീഷ്യൽ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി നമുക്കറിയില്ല, v². ഇനീഷ്യൽ വെലോസിറ്റി 0, 2 ഇൻറ്റു 9.81 ഇൻറ്റു 25.09 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് v is equal to എന്ത് കിട്ടും? 22.19 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. വെലോസിറ്റിൻ്റെ വാല്യൂ 22.19 മീറ്റർ പെർ സെക്കൻഡ്. പിന്നെ നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വെലോസിറ്റിൻ്റെ വാല്യൂ കിട്ടി. അടുത്തത് എലിവേഷൻ ഓഫ് ദ ബോൾ അറ്റ് ദ ടൈം. അതായത് ഈ വിൻഡോയിൽ നിന്നും എറിഞ്ഞിട്ട് നമ്മൾ ബോൾ ഇവിടെ എത്തി, ഇവിടുന്ന് താഴേക്ക് വീണു. ഈ ടോട്ടൽ ഹൈറ്റ് എത്രയെന്നാണ് ചോദിച്ചത്. നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, ഇത്രയും 20 ആണ്. ഇവിടെ നിന്നുള്ള ഹൈറ്റ് 5.09 ആണ്. അപ്പോൾ ടോട്ടൽ എലിവേഷൻ എന്ന് പറയുന്നത് എത്ര വരിക? 25. ടോട്ടൽ ഹൈറ്റ് ഇസ് ഈക്വൽ ടു 20 പ്ലസ് 5.096, ദാറ്റ് ഈസ് 25.096 മീറ്റേഴ്സ്. ഓക്കെ, ഫസ്റ്റ് പ്രോബ്ലം ചെയ്തു. ഈസിയാണ്. അങ്ങനെയല്ല, ബേസിക് ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യാനുണ്ടാവുള്ളൂ. അടുത്ത പ്രോബ്ലംസ് നോക്കുക. അടുത്ത പ്രോബ്ലത്തിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോർമുല തന്നിട്ടുണ്ട്. അതായത് നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം. ഫസ്റ്റ്, ദി സ്പീഡ് ഓഫ് എ പാർട്ടിക്കിൾ ഇസ് ഗിവൺ ബൈ വെലോസിറ്റി ഇസ് ഈക്വൽ ടു 2t³ പ്ലസ് 5t². What distance does it travel while its speed increases from 7 meter per second to 99 meter per second? അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോമിലാണ് നമ്മൾ വെലോസിറ്റി അല്ലെങ്കിൽ ആക്സലറേഷനൊക്കെ തന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ബേസിക് ഇക്വേഷൻ 3 പറഞ്ഞാലോ, അതിനേക്കാളും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ഇൻ്റഗ്രേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴാണ്. നമുക്കറിയാം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ്, ദാറ്റ് ഈസ് d/dt ഓഫ് വെലോസിറ്റിയാണ്. ഈ ഇക്വേഷൻ ഒന്നല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവിടെ നിന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇങ്ങനെ ആണ് ഈ പ്രോബ്ലംസൊക്കെ സോൾവ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. ഇവർ പറയുന്നത് എന്താ? ഒരു പാർട്ടിക്കിളിൻ്റെ സ്പീഡ് ഇൻ ടേംസ് ഓഫ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ടീൻ്റെ ടേമിൽ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി 7 തൊട്ട് 99 ആവുന്ന ആ ടൈമിൽ എത്ര ഡിസ്റ്റൻസ് ഇത് ട്രാവൽ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ 2 കേസാണ് ഇവിടെ ഉള്ളത്. നമ്മളെ ഇക്വേഷനാണ് വെലോസിറ്റി ഇസ് ഈക്വൽ ടു 2t³ പ്ലസ് 5t². അതിൽ വെലോസിറ്റി 7 മീറ്റർ ആകുമ്പോഴുള്ളൊരു കേസുണ്ട്. രണ്ടാമത്തെ കേസ് വെലോസിറ്റി 99 മീറ്റർ ആകുമ്പോഴാണ്. വെലോസിറ്റി 7 മീറ്റർ ആകുമ്പോൾ നമ്മൾ ടീൻ്റെ വാല്യൂ എത്രയെന്ന് നോക്കുക. അതായത് നമ്മളെ ഇക്വേഷനിൽ, ഈ മെയിൻ ഇക്വേഷനിൽ നമ്മൾ എന്ത് ചെയ്യുക? വെലോസിറ്റിക്ക് 7 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ചെയ്യുക. 2t³ പ്ലസ് 5t². ഇതിന്ന് കോമൺ ആയിട്ട് t² ആണ്. t² നമ്മൾ പുറത്തേക്ക് എടുത്തു. 2t പ്ലസ് 5 ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ t ഈസ് ഈക്വൽ ടു 1 സെക്കൻഡ് എന്ന് കിട്ടും, അല്ലെങ്കിൽ t1 ഈസ് ഈക്വൽ ടു 1 സെക്കൻഡ്. ഇനി വെലോസിറ്റി രണ്ടാമത്തെ വെലോസിറ്റി 99 മീറ്റർ പെർ സെക്കൻഡാണ്. അപ്പോൾ വെലോസിറ്റി 99 മീറ്റർ പെർ സെക്കൻഡ് ആവണമെന്നുണ്ടെങ്കിൽ എത്രയായിരിക്കും അതിൻ്റെ ടീന്ന്
കണ്ടുപിടിക്കാൻ നമ്മൾ ഈ മെയിൻ ഇക്വേഷനിൽ എന്ത് ചെയ്യുക, ഈ വെലോസിറ്റിൻ്റെ സ്ഥലത്ത് 99 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2t³ പ്ലസ് 5t² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇത് ഈ ഇക്വേഷൻസ് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ t ഈസ് ഈക്വൽ ടു, ദാറ്റ് ഈസ് t2 ഈസ് ഈക്വൽ ടു t2 ഈസ് ഈക്വൽ ടു 3 സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ, അപ്പം നമ്മളോട് ഡിസ്റ്റൻസാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഡിസ്റ്റൻസൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുന്നേ നമ്മൾ 2 ടീകൾ കണ്ടുപിടിച്ചു. t1ൻ്റെ വാല്യൂ, t2ൻ്റെ വാല്യൂ. കാരണം നമുക്ക് 2 വെലോസിറ്റി ഓൾറെഡി ഗിവൺ ആണ്. 2 വെലോസിറ്റിയിലും നമ്മൾ എടുക്കുന്ന ടൈം ആദ്യം കണ്ടുപിടിച്ചു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ വെലോസിറ്റി വേരിയേഷൻ്റെ ഇടയിൽ നമ്മൾ ബോഡി എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു എന്നാണ്. അപ്പോൾ ആദ്യം വെലോസിറ്റിൻ്റെ ഇക്വേഷൻ ഇതാണ്. വെലോസിറ്റിൻ്റെ ഇക്വേഷൻ ഇതാണെങ്കിൽ ഇതിന് നമ്മൾക്ക് ഡിസ്റ്റൻസാണ് കണ്ടുപിടിക്കേണ്ടത്. ഡിസ്റ്റൻസാണ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻ്റഗ്രേഷൻ ഓഫ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വന്നു, 2t⁴ ഡിവൈഡഡ് ബൈ 4 പ്ലസ് 5t³ ഡിവൈഡഡ് ബൈ 3. 2 ക്യാൻസൽ ചെയ്യുമ്പോൾ 2, that is this is equal to t⁴ divided by 2 plus 5/3 t³ എന്ന് കിട്ടി. അതായത് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടി ഇൻ ടേംസ് ഓഫ് ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, ടീൻ്റെ വാല്യൂ 1 ആകുമ്പോൾ ഒരു S1 കണ്ടുപിടിക്കണം, ടീൻ്റെ വാല്യൂ 3 ആകുമ്പോൾ ഒരു S2 കണ്ടുപിടിക്കണം. രണ്ടിൻ്റെ ഡിഫറൻസ് എടുക്കണം. ഓക്കെ, S1ൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം, S2ൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. S1 എന്ന് പറയുന്നത് ടീൻ്റെ വാല്യൂ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഒരു S1 കിട്ടും. ദാറ്റ് ഈസ് S1 ഇസ് ഈക്വൽ ടു ഒരു വാല്യൂ കിട്ടും S2, t2ൻ്റെ വാല്യൂ, അതായത് t⁴ സ്ഥലത്ത് 3⁴/2 പ്ലസ് 5/3 ഇൻറ്റു t⁴, അതായത് S1 ഇസ് ഈക്വൽ ടു സെയിം ക്വാഡ്രാറ്റിക് ഇക്വേഷൻ 1⁴ divided by 2 plus 5/3 1⁻3. ഇവിടെ S2 is equal to 3⁴ divided by 2 plus 5/3 3⁻2 അല്ല 3⁻3. S1 കിട്ടും, S2 കിട്ടും. ഈ കിട്ടുന്ന വാല്യൂവിനെ S2 മൈനസ് S1 ചെയ്യുമ്പോൾ നമുക്ക് ആ ഡിസ്റ്റൻസ് ട്രാവൽ കിട്ടും. അതിൻ്റെ വാല്യൂ 83.33 മീറ്റേഴ്സ് എന്ന് കിട്ടും. നമ്മൾ ചെയ്ത് നോക്കുക, ചെയ്തിട്ട് ഈ വാല്യൂ കിട്ടുന്നുണ്ടോയെന്ന് കൺഫേം ചെയ്യാം. ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് 83.33. ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് വന്നാൽ ഇങ്ങനെയാണ് ചെയ്യുക, ഒന്നല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ, അടുത്ത പ്രോബ്ലത്തേക്ക് പോവുക. A particle starting from rest moves in a straight line and its acceleration is given by acceleration A is equal to 50 minus 36t², where t is in second. Determine the velocity of the particle when it have travelled 52 meter. അപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത അതേ പ്രോബ്ലത്തിൻ്റെ മെത്തേഡാണ്. അവിടെ വെലോസിറ്റി ആയിരുന്നു, ഇവിടെ ആക്സിലറേഷനാണ്. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് വെലോസിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ വെലോസിറ്റി കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ആക്സിലറേഷൻ ആദ്യം നമ്മൾ എന്ത് ചെയ്തു, വെലോസിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തു, ഇക്വേഷൻ കണ്ടുപിടിച്ചു. അതിന് ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടണം. അപ്പോൾ കിട്ടിയ വെലോസിറ്റിനെ ഒന്നുകൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അടുത്തൊരു ഇക്വേഷൻ കിട്ടി. ഇതിൻ്റെ കണ്ടീഷനാണ് തന്നത് എന്ത്, 52 മീറ്ററാണ് ഇവിടെ ട്രാവൽ ചെയ്തത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ എസ്സിലെ 52 ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. t²/2 മൈനസ് 12 t⁴/4 ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു ടീൻ്റെ വാല്യൂ കിട്ടും. ആ ടീൻ്റെ വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ടീക്ക് ശരിക്കും 2 വാല്യൂ ആണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. t is equal to 2.08 സെക്കൻഡ് എന്ന് കിട്ടും, ഓർ t is equal to 2 സെക്കൻഡ് എന്ന് കിട്ടും. ഈ 2 ടീകൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള v കണ്ടുപിടിക്കണം. ഓക്കെ,
ഇതാണ് നമ്മളെ പ്രോബ്ലം. ഈ പ്രോബ്ലം ഹോംവർക്കാണ്, അസൈൻമെൻറ്റാണ്, നിങ്ങൾ ചെയ്യുക. തൊട്ട് മുന്നേ ചെയ്ത പ്രോബ്ലം മെത്തേഡ് പോലെ തന്നെ. ഓക്കെ, അടുത്തത് പ്രോബ്ലം 7. A driver of a car traveling at 72 km/h observes a traffic light 300 meters ahead of him turning red. The traffic light is timed to remain red for 20 seconds before it turns green. If the motorist wishes to pass the light without stopping to wait for its turn to green, determine the required uniform acceleration of the car. Second one, the speed with which the motorist crosses the traffic light. ഒരു റിയൽ ലൈഫ് എക്സാമ്പിളാണ്. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് മനസ്സിലാവില്ലെങ്കിൽ പിന്നെയും വായിക്കുക, എന്നിട്ട് അതിനൊരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ഉണ്ടാക്കുക. നമ്മൾ മനസ്സിൽ കാണുക ആ ഒരു ചിത്രം. ഇത് പറയുന്നത് ഒരു കാറ് ഡ്രൈവ് ചെയ്യുന്ന ഒരാൾ, അയാളുടെ കാറിൻ്റെ സ്പീഡ് എത്രയാണ് പറഞ്ഞത്? 72 km/h. നമുക്ക് സ്പീഡിൻ്റെ യൂണിറ്റ് എപ്പോഴും മീറ്റർ പെർ സെക്കൻഡ് എടുക്കൽ. അപ്പോൾ ഈ 72 km/h നമ്മൾ കൺവേർട്ട് ചെയ്യണം. ശ്രദ്ധിക്കുക, ഇവിടെ വെലോസിറ്റി 72 km/h ആണ്. നമുക്ക് വേണ്ട യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡാണ്. കിലോമീറ്ററിനെ മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യുക? ഇൻറ്റു 1000 കൊടുക്കും. അവറിനെ സെക്കൻഡിക്ക് മാറ്റാൻ, അവറിനെ ആദ്യം മിനിറ്റിക്ക് മാറ്റി 60, ആ മിനിറ്റിനെ സെക്കൻഡിക്ക് മാറ്റാൻ ഒരു 60 കൂടി. 72 × 1000/60/60, അതായത് 5/18 ചെയ്യുമ്പോൾ നമുക്ക് വെലോസിറ്റി 20 m/s കിട്ടി നമ്മളുടെ ഗിവൺ യൂണിറ്റിൽ. ഇങ്ങനെ യൂണിറ്റ് നോക്കിയിട്ട് വേണം പ്രോബ്ലം ചെയ്യാൻ. അപ്പോൾ ശ്രദ്ധിക്കുക, ഇങ്ങനെ പോകുന്ന ഒരു കാറ് ഇപ്പോൾ ഒരു 300 മീറ്റർ ഡിസ്റ്റൻസിൽ ഒരു സിഗ്നൽ കാണുന്നുണ്ട്. സിഗ്നൽ ചുവപ്പ് കളറിലാണ് സിഗ്നൽ ഉണ്ടാവുന്നത്. അത് 20 സെക്കൻഡിൽ ചുവപ്പ് സിഗ്നൽ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടാണ് ഗ്രീൻ ലൈറ്റ് വരിക. അപ്പോൾ ഈ സ്പീഡിൽ പോവുകയാണെങ്കിൽ അവിടെ സ്റ്റോപ്പ് വെയിറ്റ് ചെയ്യുകയൊന്നും ചെയ്യാതെ ഇതിന് പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, കാറിന് പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര സ്പീഡിൽ ഇത് പോകണം എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ അതിനൊരു ചിത്രം വരക്കാൻ പോവാണ്. നമ്മളെ കാർ ഇതാ അവിടെ ഉണ്ട്. 300 മീറ്റർ ഡിസ്റ്റൻസിൽ ഇതാ ഇവിടെ ഒരു സിഗ്നൽ ഉണ്ട്. ഈ ഒരു ഡിസ്റ്റൻസ് 72 km/h പോവുകയാണെങ്കിൽ അതിനാകെ 20 സെക്കൻഡാണ് എടുക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതായത് ഈ സിഗ്നൽ മാറാൻ എടുക്കുന്ന ടൈമാണ് 20 സെക്കൻഡ്, സോറി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കാറ് എത്ര സ്പീഡിൽ പോകണം എന്നാണ് ചോദിക്കുന്നത്. നോക്കുക, നമുക്ക് നമ്മൾ പ്രോബ്ലം ചെയ്യാൻ പറ്റുമെന്ന്. തന്നിട്ടുള്ള ഡാറ്റാസ് എന്തൊക്കെയാണ് നോക്കുക. ഡിസ്റ്റൻസ്, ഈ നമ്മളെ ഇക്വേഷൻ ഉണ്ട്, എസ് ഇസ് ഈക്വൽ ടു ut + ½ at². എസ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആണ്, ദാറ്റ് ഈസ് 300 ഇസ് ഈക്വൽ ടു യു എന്ന് പറയുന്നത് എത്രയാണ്? ഇനീഷ്യൽ വെലോസിറ്റി എങ്ങനെ നമുക്ക് 20 കിട്ടി? 72 ആയിരുന്നു, അതിന് നമ്മൾ മീറ്റർ പെർ സെക്കൻഡൊക്കെ കൺവേർട്ട് ചെയ്തപ്പോൾ 20 m/s കിട്ടി. ആ 20 ഇൻറ്റു ടൈം എന്ന് പറയുന്നത് 20 സെക്കൻഡാണ്, പ്ലസ് ½ ഇൻറ്റു ആക്സലറേഷനാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. 1 ആണ് ആക്സലറേഷൻ, ഇൻറ്റു 20². ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആക്സലറേഷൻ ഇസ് ഈക്വൽ ടു -0.5 m/s² കിട്ടും. അതായത് മൈനസ് വാല്യൂ. റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പോകുന്ന സ്പീഡ് കുറച്ച് കൂടുതലാണ്, അത് കുറച്ച് കുറക്കണമെന്ന്. ഓക്കെ, 72 km/h ഇത് പോകണമെന്നുണ്ടെങ്കിൽ അത്രയും പാടില്ല. 72-നേക്കാളും അല്ലെങ്കിൽ 20 m/s ഒരു 0.5 കുറച്ചിട്ട് വേണം ഇത് പോകണമെങ്കിൽ. അല്ലെങ്കിൽ അവിടെ ചെന്ന് എന്ത് ചെയ്യേണ്ടി വരും? കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും സിഗ്നൽ. അപ്പോൾ ഫസ്റ്റ് പ്രോബ്ലത്തിൻ്റെ ആൻസറായി യൂണിഫോം ആക്സലറേഷൻ കണ്ടുപിടിച്ചു. ഇത്
സ്പീഡ് വിത്ത് വിച്ച് ദ മോട്ടോർ ക്രോസസ് ദ ട്രാഫിക് ലൈറ്റ്. ഇങ്ങനെ പോണ വണ്ടി എത്ര സ്പീഡിലാണ് നമ്മൾ ട്രാഫിക് ലൈറ്റിനെ ക്രോസ് ചെയ്യാമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ആക്സിലറേഷൻ നമുക്കറിയാം -0.5 ആണ്. ഓക്കെ, ഇനീഷ്യൽ വെലോസിറ്റി നമുക്കറിയാം 20 m/s ആണ്. ടൈം നമുക്കറിയാം 20 സെക്കൻഡാണ്. നമ്മളോട് ചോദിച്ചത് ഫൈനൽ വെലോസിറ്റി. ഇതിന് ഏറ്റവും ബേസിക് ഇക്വേഷൻ ഉണ്ടല്ലേ നമ്മളെടുത്ത്, v = u + at. ദാറ്റ് ഈസ് u എന്ന് പറയുന്നത് 20 + -0.5 × 20 ചെയ്യുമ്പോൾ നമുക്ക് 10 m/s ആണ് ദ സ്പീഡ് ഓഫ് ക്രോസിങ് ദ ടൈം. ക്ലിയർ അല്ലേ? അങ്ങനെ റിയൽ ലൈഫ് എക്സാമ്പിൾ വരുമ്പോൾ നിങ്ങൾ അതിൻ്റെ ചിത്രത്തിന് ഭംഗി വേണമെന്നില്ല, കൺസെപ്റ്റ് മനസ്സിലാക്കുന്നൊരു പിക്ചർ മനസ്സിൽ കാണുക, അല്ലെങ്കിൽ പേപ്പറിൽ വരച്ചിട്ട് നമ്മൾ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ടാണ് എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്കുള്ള 2 എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. മുന്നേ പഠിച്ചിട്ടുള്ളതും ചെയ്തിട്ടുള്ളതുമായിട്ടുള്ള പ്രോബ്ലം കൊണ്ടാണ് ഇത് ഫുള്ളും ക്ലിയറാക്കി ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. അടുത്ത പ്രോബ്ലമാണ്, എ സ്റ്റോൺ ഈസ് ഡ്രോപ്പ്ഡ് ഇൻ ടു എ വെൽ. ദ സൗണ്ട് ഓഫ് സ്പ്ലാഷ് ഈസ് ഹിയർഡ് 3.63 seconds later. ഹൗ ഫാർ ബിലോ ദ ഗ്രൗണ്ട് ഈസ് ദ സർഫസ് ഓഫ് വാട്ടർ? അസ്യൂം ദ വെലോസിറ്റി ഓഫ് സൗണ്ട് ആസ് 331 m/s. ആൻസർ ഗ്രൗണ്ടിൽ കൊടുത്തിട്ടുണ്ട്, ആൻസർ താഴെ കൊടുത്തിട്ടുണ്ട്. ഈ ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇല്ലെങ്കിൽ വേറെ ആൻസർ ആണെന്നുണ്ടെങ്കിൽ ഇൻഫോം ചെയ്യുക, കിട്ടുന്നത് വരെ ചെയ്യാം. ഓക്കെ, അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത് പ്രോബ്ലം 9 ആണ്. എ ബോൾ ഈസ് ത്രോൺ വെർട്ടിക്കലി അപ്പ് വിത്ത് എ വെലോസിറ്റി ഓഫ് 30 m/s. ഡിറ്റർമിൻ ദ ടൈം when the ball is 20 meters above the point of projection, and also determine the time when the velocity 5 m/s and when it is turned back to original position. ഓക്കെ, ഇതിൻ്റെ പ്രോബ്ലംസ് ചെയ്യണം. പ്രോബ്ലം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിനൊരു ഫിഗർ വരച്ചാൽ അങ്ങനെ ഉണ്ടാവും. താഴെ നിൽക്കുന്നൊരു ബോളാണ്. ഈ ബോളിനെ നമ്മൾ എറിഞ്ഞു. ഓക്കെ, എറിയുമ്പോൾ ത്രോൺ അപ്വാർഡ് വിത്ത് വെലോസിറ്റി, ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് 30 m/s ആണ്. ഡിറ്റർമിൻ ദ ടൈം വെൻ ദ ബോൾ ഈസ് എബോവ് ദ പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ. അപ്പോൾ ഏകദേശം 20 മീറ്റർ എത്താനെടുക്കുന്ന ടൈം എത്രയെന്നാണ് ആദ്യം ചോദിച്ചത്. അതിനേക്കാളും ചിലപ്പോൾ മുകളിൽ പോവുക, അതിൻ്റെ കഴിഞ്ഞിട്ടും പോവുക. പക്ഷേ ഈ 20 മീറ്റർ ഹൈറ്റിൽ എത്താൻ വേണ്ട ടൈമാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ എന്താ, വെൻ ദ വെലോസിറ്റി വിൽ ബി, ഇവിടെ ഇനീഷ്യൽ വെലോസിറ്റി 30 m/s ആണെന്ന് പറഞ്ഞല്ലോ. ഫൈനൽ വെലോസിറ്റി 5 m/s ആണ് എന്നുണ്ടെങ്കിൽ അത്രയും വെലോസിറ്റി എത്താനെടുത്ത ടൈമാണ് രണ്ടാമത് ചോദിച്ച ക്വസ്റ്റ്യൻ. മൂന്നാമത് ഈ കല്ല് മുകളിൽ പോയി, എവിടെയോ പോയി, ഇതുവരെ ഒന്നും ആവില്ല, ചിലപ്പോൾ പോയിട്ടുണ്ടാവും. 20 മീറ്റർ ഒന്നും ആവില്ല, ചിലപ്പോൾ അതിനേക്കാളും പോയിട്ടുണ്ടാവും. പോയില്ലെന്ന് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തിട്ട് മാക്സിമം ഹൈറ്റിൽ പോയി അത് തിരിച്ചു വരാനെത്തുന്ന ടൈം. ഇപ്പോൾ ഈ കല്ലെറിഞ്ഞ് 20 മീറ്ററിനൊക്കെ ചിലപ്പോൾ പോയിട്ടുണ്ടാവും, തിരിച്ചെത്താനെടുക്കുന്ന ടൈം. ഇപ്പോൾ ഇവിടെ തൊട്ട് ഇവിടെ വരെ എത്താനെടുക്കുന്ന ടൈം T ആണെന്നുണ്ടെങ്കിൽ തിരിച്ചെത്താനെടുക്കുന്ന ടൈം T. അപ്പോൾ ടോട്ടൽ ടൈം എന്ന് പറഞ്ഞത് 2T ആയിരിക്കും. ഈ ടൈം എത്ര കണ്ടുപിടിക്കുക, അതാണ് തേർഡ് പ്രോബ്ലം. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. ഈ പ്രോബ്ലം എന്ത് ചെയ്യാം, 6 പ്രോബ്ലംസ് ഉണ്ട്. 3 പ്രോബ്ലം നമ്മളിതിൽ എക്സ്പ്ലെയിൻ ചെയ്തു. 3 പ്രോബ്ലം ഫുള്ളായിട്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ളതാണ്. ഈ 6 പ്രോബ്ലംസും നോട്ടിൽ എഴുതി സബ്മിറ്റ് ചെയ്യണം അസൈൻമെൻ്റ് ആയിട്ട് ബിഫോർ രാത്രി 12 മണിക്ക് മുന്നേ. ഓക്കെ, താങ്ക് യു.